നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പല ഇനം റബ്ബർ മരങ്ങളുണ്ട്. ആ റബ്ബർ മരങ്ങളെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇനിയിപ്പം പുതുതായിട്ട് റബ്ബർ തൈ വെക്കാനുള്ളവർ അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ടും നിങ്ങൾ വീഡിയോ കാണാം, നിങ്ങളെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് 105 ഇനത്തിൽപ്പെട്ട ഒരു റബ്ബർ മരം ടാപ്പ് ചെയ്യുന്നത് കാണാം. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ വിശേഷങ്ങൾ പറയാം. എന്നിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒട്ടുപാൽ ഇളക്കിയെടുക്കാം. അതുപോലെ പിങ്കാന കുത്താം. അതിനുശേഷം വലത് കൈ മുന്നിൽ പിടിച്ച് ഇടത് കൈ പുറകെ പിടിച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചീവി വിടാം. ഇത് വളമുള്ള മരമാണ്. ഇതിങ്ങനെ വെട്ടിയിട്ട് പുറത്തോട്ട് വരണം. കേട്ടോ, ഇങ്ങനെ ഒരു പുറത്തോട്ട് വരണം. കത്തി പുറത്ത്. ഇനി നമുക്ക് സാധാരണ പോലെ വെട്ടിപ്പോകാം. വളവ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ വെട്ടിപ്പോകാം. മുൻകാനെ കൊണ്ടുവന്ന് കുത്തി നിർത്താം. ഇപ്പം വളരെ പ്രചാരത്തിലുള്ള റബ്ബർ മരങ്ങളാണ് 105, 414, 430. ഇപ്പം നമ്മൾ ടാപ്പ് ചെയ്തത് 105 ഇനത്തിൽപ്പെട്ട ഒരു റബ്ബർ മരമാണ്. അപ്പം അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറയാം. 105 റബ്ബർ മരത്തിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു 10-100 റബ്ബർ മരം നട്ട് കഴിഞ്ഞാൽ അതൊരു 2-3 മരത്തിന് പട്ടമരപ്പ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ബാക്കിയുള്ള റബ്ബർ മരത്തിന് നല്ല പാല് കിട്ടും. അതുപോലെ തന്നെ നല്ല പട്ടക്കനം കാണും. പിന്നെ ടാപ്പ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ പാല് നല്ല DRC കാണും. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. പിന്നെ ഇതിൻ്റെ ദോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 105 മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളർന്ന് ടാപ്പ് ചെയ്യുന്ന പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് വളഞ്ഞ് ഓവറായിട്ടങ്ങ് വളഞ്ഞു പോയി ഇത് കാറ്റടിച്ചാൽ ഒടിയാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രതിരോധശേഷി കുറവുള്ള ഒരു ഇനമാണ്. അതായത് നമ്മൾ റബ്ബർ തൈ നടുമ്പം കണ്ടിട്ടില്ലേ, നമ്മൾ ആദ്യം റബ്ബർ തൈ നടുമ്പോഴത്തേക്ക് അടഞ്ഞ മഴ വെള്ളം പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയെല്ലാം കൂമ്പുചീയൽ രോഗം ഉണ്ടാകും. ഈ കൂമ്പുചീയൽ രോഗം അതിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്തായാലും ജനുവരിയിലൊക്കെ ഇല പൊഴിഞ്ഞ് കഴിഞ്ഞിട്ട് തളുക്കുന്ന സമയത്ത് മഴച്ചാറ്റൽ വരുവാന്നുണ്ടെങ്കിൽ ഇലയെല്ലാം മൊത്തം പോകുന്ന കണ്ടിട്ടില്ലേ, അതിനൊരു രോഗം വരുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രതിരോധശേഷി ഇച്ചിരി കുറവുള്ള ഇനമാണ് ഈ 105 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 105 ഇനത്തിൽപ്പെട്ട ഒരു റബ്ബർ മരം കൂടെ വെട്ടാം. എന്നിട്ട് അടുത്ത ഇനത്തിൻ്റെ വിശേഷങ്ങൾ പറയാം. ആദ്യം നമുക്ക് ഒട്ടുപാൽ വലിച്ചിളക്കാം. ആദ്യം നമുക്ക് പിൻകാന കുത്താം. അതിനുശേഷം ഇതിലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചീവി എടുക്കാം. നമുക്ക് ഞാൻ പതുക്കെ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കത്തിയുടെ മൂവ്മെന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ പോകും. ഇങ്ങനെ മുൻകാനെ കൊണ്ടുവന്ന് കുത്തി നിർത്താം. അടുത്ത വളരെ പ്രചാരത്തിലുള്ള ഒരു റബ്ബർ മരമാണ് 414. 414ന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം. ഈ 414 റബ്ബർ മരങ്ങൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമാകുമ്പോഴത്തേക്ക് ഇത് ടാപ്പിംഗ് 18 ഇഞ്ച് വണ്ണം എത്തും എന്നുള്ളതാണ്. തന്നെയല്ല ഇതിന് പ്രതിരോധശേഷി വളരെ കൂടുതലാണ്. കാരണം ഇതിന് കൂമ്പുചീയൽ രോഗം ഉണ്ടാകുന്നില്ല. കൂമ്പുചീയൽ രോഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ റബ്ബർ മരം പെട്ടെന്ന് വളർന്നു പോകും. അതുകൊണ്ട് നമുക്ക് ശകരമൊക്കെ വരണമെങ്കിൽ തന്നെ നമ്മൾ നാമ്പ് നുള്ളിക്കളയേണ്ട ഒരു അവസ്ഥ വരും. 105 ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നാമ്പ് പോകുന്നതുകൊണ്ട് നമുക്ക് ശകരത്തിന് വേണ്ടി നാമ്പ് നുള്ളിക്കളയേണ്ട ഒരു ഇത് വരുന്നില്ല. ഇതിന് നമ്മൾ പ്രതിരോധശേഷി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് വളർന്നു പോകുന്നതുകൊണ്ട് നമ്മൾ നാമ്പ് ഒടിച്ചു വിട്ടെങ്കിലേ ഇത് ശകരങ്ങളൊക്കെ വരത്തുള്ളൂ. അതുപോലെ ടാപ്പ് ചെയ്യുന്ന സമയത്തായാലും ജനുവരിയിൽ ഇല പൊഴിയുമ്പം മഴ പെയ്താലും ഇതിന് പ്രശ്നമൊന്നുമില്ല. പ്രതിരോധശേഷി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 414 ഇനത്തിൽപ്പെട്ട ഈ റബ്ബർ തോട്ടങ്ങൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. തന്നെയല്ല നല്ല പെട്ടെന്ന് നല്ല ശകരങ്ങളൊക്കെ വന്ന് നല്ല പോലെ പടന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു രീതിയാണ് ഈ 414. 414 നടുമ്പോൾ ഇച്ചിരി അകലത്തിൽ നട്ടു കൊടുക്കണം. കാരണം പടന്ന് പന്തലിച്ച് കിടക്കുന്നത് കൊണ്ട് ശകരങ്ങൾ വന്ന് 4 സൈഡിലോട്ട് പടന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു രീതിയാണ് ഈ 414. മരം കാണാനും നല്ല ഭംഗിയാണ്. റബ്ബർ മരം ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്.
പിന്നെ ഇതിന്റെ ദോഷങ്ങൾ പറയാം. ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം പാല് കൂടുതൽ ഇട്ടുമെങ്കിൽ പെട്ടെന്ന് പട്ടമരച്ച് പോകും. പിന്നെ ഒട്ടും പാലില്ലാത്ത ഒരവസ്ഥയിലോട്ട് മാറുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ 414 റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ കാണുന്ന റബ്ബർ 414 ഇനത്തിൽപ്പെട്ട മരമാണ്. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, നല്ല 105 വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളരുന്നത് ഈ 414 ഈ ഒടിഞ്ഞു കിടക്കുന്നത് 414 ഇനത്തിൽപ്പെട്ട ഒരു റബ്ബർ മരമാണ്. ഈ 414 ഒരു ദോഷമെന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട് ദ്രവിച്ചു പോകുന്നത് നമ്മൾ അറിയില്ല. അവസാനം ഒടിഞ്ഞു വീഴുമ്പോഴേ അറിയത്തുള്ളൂ. അങ്ങനൊരു രോഗം കൂടി ഈ 414 അപ്പം നമുക്കൊരു അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം. നമുക്ക് ഹൈറ്റുള്ളൊരു മരം ടാപ്പ് ചെയ്യാം. ആദ്യം ഒട്ടുപാൽ ഇളക്കാം. കാരണം നമുക്കിങ്ങനെ മുൻകാന ഇങ്ങനെ കുത്തിയെടുക്കാം. തിരിച്ചിങ്ങനെ കുത്തിയെടുക്കാൻ പാടായതുകൊണ്ട് ഹൈറ്റുള്ള മരമായതുകൊണ്ട് നമുക്കിങ്ങനെ മുൻകാന ഇങ്ങനെ കുത്തിയെടുക്കാം. എന്താ പിൻകാനെ കൊണ്ടൊന്ന് കുത്തി നിർത്താം. അടുത്ത പ്രചാരത്തിലുള്ളൊരു ഇനമാണ് 430. ഈ 430ന്റെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ തടിയായിട്ട് വളർന്നു പോകും. പിന്നെ ഈ 414 വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ നല്ല ഇനം ഈ 430 ഇനത്തിൽപ്പെട്ട റബ്ബർ മരമാണ്. ഈ 430 മരം നല്ല ഹൈറ്റിൽ വളർന്നു പോകുന്നത് കൊണ്ട് ഇച്ചിരി അകലം കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ 414 ഇച്ചിരി അകലം കൂടുതൽ വേണം. അതിന് ഇച്ചിരി പടൽ കൂടുതലുള്ളതാണ്. മറ്റേത് 430 എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ നേരെ അങ്ങ് പോകും. അതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 414 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 105 ആണ് ഏറ്റവും നല്ലത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 430. അപ്പം 105 430 ഇനി റബ്ബർ തൈ നടുന്നവർക്ക് ഇടകലർത്തി നടാവുന്നതാണ്. 414 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതിനേക്കായി കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പം അവരുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം.